നിങ്ങൾ 20-39 ഇടയിൽ പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾ ഉറപ്പായും അച്ചീവ് ചെയ്യേണ്ടുന്ന 7 മണി മൈൽ സ്റ്റോൺസ് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. സോ ഇത് മനസ്സിലാക്കുന്ന വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏർലി റിട്ടയർമെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യവും നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുമെന്നുള്ള കാര്യവും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. ഇതിൽ പറയുന്ന ഓരോ മൈൽ സ്റ്റോൺസും അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഏതാണ്ട് എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അടുത്ത് കഴിഞ്ഞു. സോ ഞാൻ ഓരോ പോയിൻറ്റ്സും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ മൈൽ സ്റ്റോണിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റുള്ള കടങ്ങൾ ഓരോന്നായി അടച്ചു തീർക്കുക. 8 വർഷം മുന്നേ എനിക്ക് 4 ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. 3 ക്രെഡിറ്റ് കാർഡുകളിലായി ഏതാണ്ട് 1.25 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് എനിക്കുണ്ടായിരുന്നു. 28-ാം വയസ്സ് വരെ എനിക്ക് അധികം സേവിങ്സ് ഒന്നുമില്ലായിരുന്നു. വീണ്ടും കടത്തിലേക്കും അതുവഴി ഒരു വലിയൊരു കടക്കണിയിലേക്കും വീണു പോകുന്ന ഉറപ്പായ ഞാൻ എൻ്റെ ഫിനാൻസിൽ ഒരു കൺട്രോൾ എടുക്കാൻ തീരുമാനിച്ചു. ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് കട്ട് ചെയ്തു, അപ്സ്കിൽ ചെയ്ത് പുതിയൊരു ജോബിലേക്ക് മാറി ആൻഡ് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കടങ്ങളെ ഞാൻ 2ആയി തിരിച്ചു. ഫസ്റ്റ് വൺ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റുള്ള കടങ്ങൾ, എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ, പേഴ്സണൽ ലോൺസ് എക്സെട്ര. സെക്കൻഡ്, ലോ ഇൻട്രസ്റ്റ് റേറ്റുള്ള എഡ്യൂക്കേഷൻ ലോൺ. സോ എൻ്റെ കടങ്ങൾ തീർക്കാനായി ഞാൻ ഡെറ്റ് അവലാഞ്ച് എന്ന മെത്തേഡ് യൂസ് ചെയ്തു. 2 വർഷം എടുത്തു കടങ്ങൾ തീരാൻ. ആ ഫൈനൽ പേയ്മെൻറ്റ് നടത്തിയ ദിവസം എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ച ദിവസങ്ങളിലൊന്നായിരുന്നു. നമ്മുടെ എല്ലാ കടങ്ങളും ഓരോന്നായി നമ്മൾ അടച്ചു തീർക്കുന്നത് നമുക്കൊരു വല്ലാത്തൊരു കോൺഫിഡൻസും നമുക്കൊരു വല്ലാത്തൊരു പ്രൈസ്ലെസ് ഫീലുമായിരിക്കും നമുക്ക് തരുന്നത്. ഒരു ടിപ്പുണ്ട്, കടം കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ കടങ്ങളും ലിസ്റ്റ് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ, പേഴ്സണൽ ലോൺസ്, ഹോം ലോൺ, കാർ ലോൺ, ഫ്രണ്ടിന് കൊടുക്കാനുള്ള കടങ്ങൾ, വാട്ടെവർ. എന്നിട്ട് ഹൈ ഇൻട്രസ്റ്റ് റേറ്റുള്ള കടങ്ങൾ ആദ്യം അടച്ചു തീർക്കാൻ പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ മെത്തേഡ് ഡെറ്റ് അവലാഞ്ച് മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഇത് ലോങ് റണ്ണിൽ കൂടുതൽ പൈസ സേവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ ഓർക്കുക, ഓരോ ചെറിയ പേയ്മെൻറ്റും വിലപ്പെട്ടതാണ്. ഒരു മാസം ഒരു എക്സ്ട്രാ 1000 രൂപ നിങ്ങളുടെ കടത്തിലേക്ക് അടയ്ക്കുന്നത് പോലും കാലക്രമേണ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിത്തരും. അടുത്ത്, ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. എൻ്റെ കടങ്ങൾ അടച്ചു തീർത്തതിന് ശേഷം അന്ന് ഞാൻ അനുഭവിച്ച ആ ഫിനാൻഷ്യൽ സ്ട്രെസ് ഇനി ഒരിക്കലും അനുഭവിക്കാതിരിക്കാനായി ഞാൻ ഒരു എമർജൻസി ഫണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസം വെറും 8300 രൂപ. അതൊരിക്കലും എളുപ്പമല്ല. പക്ഷേ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്ന മെത്തേഡ്സ് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ അനാവശ്യ ചിലവുകൾ ഓരോന്നായി കണ്ടെത്തി. എമർജൻസി ഫണ്ടായി 1 ലക്ഷം രൂപ ഞാൻ സേവ് ചെയ്ത് ഒരു ഡെറ്റ് ഫണ്ടിലിട്ടു. ആ എമൗണ്ട് സേവ് ചെയ്തതിന് ശേഷം ഒരു പഞ്ചറുമായി ഒരു ടയർ ഷോപ്പിൽ പോയ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ കാറിൻ്റെ 4 ടയേഴ്സും മാറ്റേണ്ടി വന്നപ്പോൾ ആ ബൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നോ അല്ലെങ്കിൽ കടം വാങ്ങിയോ ഒന്നും ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ എമർജൻസി ഫണ്ടിൽ നിന്ന് എടുത്തു. അത് നമ്മുടെ വണ്ടികളുടെ ഒരു സസ്പെൻഷൻ പോലെ എന്നെ അനാവശ്യ ഷോക്കിൽ നിന്ന് സംരക്ഷിച്ചു. ഇത് നിങ്ങൾക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മന്ത്ലി വരുന്ന ബേസ് എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യുക. റെൻറ്റ്, യൂട്ടിലിറ്റീസ്, ഗ്രോസറീസ്, ഫ്യൂവൽ, ഫോൺ ബിൽ, കറണ്ട് ബിൽ എല്ലാം. അതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേസ് ലൈൻ. എന്നിട്ട് ആദ്യം നിങ്ങളുടെ 3 മാസത്തെങ്കിലും ഫിനാൻഷ്യൽ ബേസ് ലൈനിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് സേവ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 20,000 രൂപയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബേസ് ലൈൻ എങ്കിൽ ആദ്യം 3 മാസത്തേക്ക് 60,000 രൂപ സേവ് ചെയ്യുക. പിന്നീട് 6 മാസത്തേക്ക് കൂട്ടുക, അതായത് 1,20,000 രൂപ. അനാവശ്യ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഈ പണം ഒരിക്കലും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ഇതിനെ ഒരു സെപ്പറേറ്റ് സേവിങ്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ഡെറ്റ് ഫണ്ടിലേക്ക് സൂക്ഷിക്കുക. ട്രസ്റ്റ് മീ, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇങ്ങനൊരു കുഷൻ ഉള്ളത് കാരണം നിങ്ങൾ സന്തോഷിക്കും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ പാരൻസ് അവരുടെ വെൽത്ത് ഉണ്ടാക്കിയത് അവർ കഷ്ടപ്പെട്ട് ഹാർഡ് ഏൺ ചെയ്ത പണം സേവിങ്സ് അക്കൗണ്ട്, FD, RD, LIC പോളിസി എന്നതിലൊക്കെ ഇട്ടിട്ടായിരുന്നു. കാര്യം അന്നൊക്കെ അതിന് 9 മുതൽ 13% വരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ അത് ധാരാളമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയോ 5.25% മുതൽ 7.25% വരെയൊക്കെയാണ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇന്ത്യയിലെ അൺഒഫീഷ്യലായ 7 മുതൽ 10% വരെയുള്ള ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ നമുക്കൊരു റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാനിത് മനസ്സിലാക്കിയത് എൻ്റെ 26 വയസ്സിലായിരുന്നു. പക്ഷേ മനസ്സിലാക്കിയ ആ മാസം തൊട്ട് തന്നെ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇൻവെസ്റ്റിംഗ് നടത്താൻ കഴിയൂ എന്നാണ് ഞാനന്ന് കരുതിയിരുന്നത്. പക്ഷേ SIPയെ പറ്റി പഠിച്ചു. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു 1000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് എൻ്റെ കോൺഫിഡൻസ് കൂടുന്നതനുസരിച്ച് 5000 രൂപയായി. കാലക്രമേണ ആ എമൗണ്ടിൻ്റെ സാലറിയുടെ 10% കൂട്ടി. ഇന്ന് ആ കൺസിസ്റ്റൻറ്റ് ഇൻവെസ്റ്റിംഗ് ഒരു സിഗ്നിഫിക്കൻറ്റ് പോർട്ട്ഫോളിയോയായി വളർന്നു. ഏറ്റവും നല്ലൊരു കാര്യം എന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ നമ്മളൊരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ഒന്നും ആവേണ്ട കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് എത്ര രൂപ താങ്ങാൻ കഴിയുമോ അത്രയും വെച്ച് തുടങ്ങാം. മാസം വെറും 100 രൂപ 500 രൂപ വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനാവും. കാലക്രമേണ നിങ്ങളുടെ ഇൻകവും ഷെയർ മാർക്കറ്റിലേക്കുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലുള്ള കോൺട്രിബ്യൂഷൻസ് കൂട്ടാം. പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ മറക്കരുത്. റിസ്ക് കുറയ്ക്കാനായി ഇക്വിറ്റി, ഡെറ്റ്, മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്കായി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുക. പക്ഷേ വെൽത്ത് ഉണ്ടാക്കാനായി ഷെയർ മാർക്കറ്റിൽ തന്നെ നിങ്ങളുടെ ഇൻകമിൻ്റെ നല്ലൊരു പോർഷനും ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി കൂടുതൽ പഠിക്കാനായി ജോയിൻ മൈ ഫ്രീ ന്യൂസ് ലെറ്റർ അറ്റ് sagarmurali.com. എങ്ങനെ ക്യാഷ് സേവ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം എന്നെല്ലാം ക്ലിയറായി പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. ഈ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് സ്വപ്നം കാണുന്നുണ്ട്. പുതിയ കൾച്ചർ, ലാൻഡ്സ്കേപ്പ്, ഒരിക്കലും മറക്കാനാവാത്ത എക്സ്പീരിയൻസസ്, എല്ലാം ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ട്രാവലിൻ്റെ ഡിസ്റ്റൻസിൽ. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇമ്പൾസീവായി ടിക്കറ്റൊക്കെ ക്രെഡിറ്റ് കാർഡിൽ ബുക്ക് ചെയ്ത് പിന്നീട് റീപേയ്മെൻറ്റിനെ പറ്റി ഓർത്ത് വറി ചെയ്യാതെ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കിയാലോ. യാത്രയ്ക്ക് 1 വർഷം മുന്നേ തന്നെ എല്ലാ മന്ത്സും 15,000 രൂപ നിങ്ങളുടെ ഒരു ട്രാവൽ ഫണ്ടിലേക്ക് ഇടുക. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, എക്സ്പീരിയൻസസ് ഒക്കെ ബുക്ക് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സേവിങ്സ് ഒന്നും തൊടാതെ തന്നെ സ്ട്രെസ് ഫ്രീ ആയി യാത്ര പോകാം. സോ നിങ്ങൾ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരു വലിയൊരു എക്സ്പെൻസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ
വീട് വയ്ക്കുന്ന കാര്യത്തിലും കാർ വാങ്ങുന്ന കാര്യത്തിലും ഒഴികെ കാര്യം അതിന് കടങ്ങളെടുക്കാം. അതിനെപ്പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ പർച്ചേസ് നിങ്ങൾക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈമിൽ ആ ക്യാഷ് സേവ് ചെയ്ത് വെക്കാനായിട്ട് ട്രൈ ചെയ്യും. സോ കടമില്ലാതെ നിങ്ങളുടെ സേവിങ്സ് ഒന്നും തൊടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ വലിയൊരു ആഗ്രഹം സാധിക്കാനാവും. നെക്സ്റ്റ്, ഇൻഷുറൻസ് എന്നത് നമ്മളിൽ പലരും പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു കാര്യമാണ്. എനിക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അനുഭവം കൊണ്ടാണ്. കുറച്ച് വർഷം മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛന് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എത്രയെന്ന് വെച്ചിട്ട് കടം എടുത്തിരുന്നാലും ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ആ ഫാമിലിക്ക് പോവേണ്ടി വന്നു. അന്ന് ഞാൻ മനസ്സിലാക്കി, ഒരു ജീവിതകാലം മുഴുവൻ നമ്മൾ സേവ് ചെയ്തിരുന്നാലും ഒരു മെഡിക്കൽ ബില്ലിന് അതൊക്കെ വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കടങ്ങൾ തീർത്തതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. പിന്നെ ഒരു ടേം ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേക്കാണ്, എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, എൻ്റെയും ഫാമിലിയുടെയും. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിലേക്കാണ്, അതും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും കവർ ചെയ്യുമ്പോൾ നമ്മുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും തൊടാതെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിക്കും എല്ലാം ഒരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാവും. അതിൻ്റെ പീസ് ഓഫ് മൈൻഡ് ഈ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് മാത്രമേ അറിയാവൂ. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേസിക് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക. അത് ഒരു 5 ലക്ഷം രൂപയുടെ കവറേജോ മറ്റോ, ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം രൂപയുടെ കവറേജെങ്കിലും എടുക്കുക. ഇൻഡിവിജ്വൽ ഓർ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ, അത് നിങ്ങളുടെ സിറ്റുവേഷൻസിന് അനുസരിച്ചിട്ട് എടുക്കാം. പിന്നീട് ഒരു ടോപ്പ് പ്ലാൻ എടുക്കുക, ഒരു 5 lakhs to 1 crore. അതിന് പുറമെ നിങ്ങളുടെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 10 മുതൽ 15% ഇരട്ടിയെങ്കിലും വരെയുള്ള ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക. ഈ പോളിസീസ് എടുക്കുമ്പോൾ ചീപ്പസ്റ്റ് പ്ലാനല്ല, റിലയബിൾ കമ്പനി ആൻഡ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോസ് ആണ് നോക്കേണ്ടത്. ഈ സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നിങ്ങളുടെ എൻ്റയർ ഫിനാൻഷ്യൽ പ്ലാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഈ മൈൽ സ്റ്റോൺ ആണ് എൻ്റെ ഫിനാൻഷ്യൽ ജേണി കംപ്ലീറ്റ്ലി ടേൺ ചെയ്തത്. എൻ്റെ 20s ഏതാണ്ട് മുഴുവൻ കാലവും ഞാനൊരു ഇൻകം സോഴ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത്, അതായത് എൻ്റെ ജോലി. അന്ന് അത് തന്നെയാണ് സേഫസ്റ്റ് വേ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ആ പേചെക്ക് ടു പേചെക്ക് എന്ന സൈക്കിളിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് യൂട്യൂബാണ് എൻ്റെ അനദർ സോഴ്സ് ഓഫ് ഇൻകം. പക്ഷേ ഇതൊന്നും ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു റിഗ്രറ്റ്. ഇൻകം സ്ട്രീംസ് ഡൈവേഴ്സിഫൈ ആക്കുമ്പോൾ എൻ്റെ ആൻസൈറ്റി ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു. പെട്ടെന്നൊരു ദിവസം ജോലി പോയാലെന്നുള്ള പേടി എനിക്കിപ്പോൾ ഇല്ല. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്കിൽസിനെ യൂസ് ചെയ്ത് ഫ്രീലാൻസ് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റിംഗ്, എഡിറ്റിംഗ്, കോഡിംഗ്, ഡിസൈൻ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ എന്തോ. അതായത് പാസീവ് ഇൻകം അവന്യൂസ് എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളുടെ സൈഡ് ഹസ്റ്റിലെ റവന്യൂ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് മാറ്റുക ആൻഡ് അത് കണ്ടിന്യൂ ചെയ്യുക. കൺസിസ്റ്റൻസിയാണ് കീ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശീലങ്ങൾ കുറച്ച് മാറ്റി എങ്ങനെ ഒരു എമർജൻസി ഫണ്ട് 1 year ബിൽഡ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചെക്ക് ദാറ്റ് ഔട്ട്. സീ യു ദെയർ.